പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ മുൻ മുഖ്യമന്ത്രിമാരുടെ പേര് വിമാനത്താവളങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ മാതൃകയിൽ കേരളത്തിലും പിന്തുടരണം എന്നൊരു അഭിപ്രായമാണ് ഉയർന്നു വന്നത്. അതുകൊണ്ട് കരുണാകരൻ്റെ പേരിടുന്നത് ഉചിതമായിരിക്കും എന്നൊരു അഭിപ്രായം കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല പൊതുസമൂഹത്തിൽ പൊതുവെയും ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പ്രത്യേകിച്ച് കരുണാകരൻ മരിച്ച വർഷവും തുടർന്നുള്ള വർഷങ്ങളിൽ. അപ്പോൾ കരുണാകരൻ മരിച്ചതിന് ശേഷം തൊട്ട് പിന്നാലെയാണ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അധികാരത്തിൽ വരുന്നത്. അന്ന് കേന്ദ്രത്തിൽ മൻമോഹൻ സിംഗിൻ്റെ സർക്കാരുമാണ്. ഈ സന്ദർഭത്തിൽ കോൺഗ്രസ്സുകാർ വിചാരിച്ചിരുന്നെങ്കിൽ നിസ്സാരമായിട്ട് വിമാനത്താവളത്തിന് കരുണാകരൻ്റെ പേരിടാൻ കഴിയുമായിരുന്നു. കേന്ദ്രത്തിൽ നിന്നും യാതൊരു എതിർപ്പുണ്ടാകുകയില്ല, കേരള സംസ്ഥാനത്തും എതിർപ്പുണ്ടാകുകയില്ല. BJPക്കാർക്കോ മാർക്സിസ്റ്റുകാർക്കോ മറ്റ് പാർട്ടിക്കാർക്കോ പോലും കരുണാകരൻ്റെ പേരിടുന്നതിനോട് എതിർപ്പുണ്ടാകാനും സാധ്യമല്ല. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കരുണാകരനും ഉമ്മൻചാണ്ടിയും തമ്മിൽ രാഷ്ട്രീയമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഉമ്മൻചാണ്ടി താല്പര്യം കാണിച്ചില്ല. ഉമ്മൻചാണ്ടി താല്പര്യപ്പെടാത്തതുകൊണ്ട് കേന്ദ്രത്തിലും ഇതുമായി ബന്ധപ്പെട്ട കത്തിടപാടുകളൊന്നും ഉണ്ടായില്ല.